2024 ഇയർ ഓഫ് ഗവർണൻസ്. और ये शासन का साल है. 2024 शासन का साल है. 2024 जो है ये हमारे शासन का, हमारा अधिकार का शासन प्रकट होने वाला साल है. ഗവർണൻസ് എവിടെ തുടങ്ങിയതാ? तो ये शासन, इसका शुरुआत कहां हुआ था? ഏതനിൽ തുടങ്ങിയതാ? एदन वाटिका में हुआ था. അത് ആരുടെ നേച്ചറാ? और ये शासन, ये किसका स्वभाव है? परमेश्वर का. ദൈവത്തിന്റെ നേച്ചർ എടുത്ത് ആർക്ക് കൊടുത്തതാ ഗവർണൻസ്? तो ये परमेश्वर का स्वभाव जो शासन है वो किसको दे दिया? आदम. ആരാർക്ക് കൊടുത്തത്? परमेश्वर ने. ये किसने किसको दिया? ദൈവം മനുഷ്യന് കൊടുത്തത്. परमेश्वर ने അത് मनुष्य को ആരുടെ दिया. സ്വഭാവം? അപ്പൊ वो किसका स्वभाव है फिर? അപ്പൊ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്? तो आप जब शासन करते हो तब वहां पर किसके स्वभाव को प्रकट कर रहे हो? പറ. परमेश्वर के. ആന്നല്ലോ. Yes. അപ്പൊ പിശാച് നിങ്ങളെ ഭരിച്ചാലും അവൻ ആരുടെ സ്വഭാവം കാണിക്കുന്നു? तो शैतान भी अगर आपके ऊपर राज करे तो वो किसका स्वभाव दर्शा रहा है? ഹലോ, ഭരണം ആരുടെ സ്വഭാവം? शासन करना ये किसका स्वभाव है? परमेश्वर. പിശാചിന്റെ സ്വഭാവം അല്ലത്, शैतान का स्वभाव नहीं है, ദൈവത്തിന്റെ സ്വഭാവം. परमेश्वर का അവൻ स्वभाव. ദൈവത്തിൽ നിന്ന് പഠിച്ചതാ. परमेश्वर से उसने वो सीखा है. അപ്പൊ നിന്നെ ഭരിക്കാൻ അവൻ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം. तो आपके ऊपर राज करने के लिए शैतान परमेश्वर का स्वभाव उपयोग कर रहा है. അത് ഈ വർഷം നമ്മൾ ചെയ്യണമെന്നാ ദൈവം പറയുന്നത്. और ये साल वो स्वभाव हम प्रदर्शन करें, ये प्रभु चाहता है. ഈ വർഷം പിശാചല്ല അത് ചെയ്യുന്നേ, ओ, ये साल शैतान नहीं करेगा, वो ഞാൻ ചെയ്യും. मैं करूंगा. അത് നമ്മൾ ചെയ്യും. हम करेंगे. പിശാചിനോട് പറയണം, शैतान से बोलो, എന്റെ കർത്താവിനെ നീ ഇമിറ്റേറ്റ് ചെയ്യണ്ട, मेरे प्रभु का नकल तू मत कर. കർത്താവിന്റെ കാര്യം നീ ചെയ്യണ്ട, प्रभु का काम तू मत कर. കർത്താവിന്റെ കാര്യം ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ട്. प्रभु का काम करने के लिए मैं यहाँ हूँ. മനസ്സിലാകുന്നുണ്ടോ? क्या आप वाणी को समझ पा रहे हैं? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. वहाँ ध्यान दीजिए. കർത്താവ് കൊടുത്തപ്പം എല്ലാത്തിന്റെയും കൂടെ ഭരണമായി എടുത്ത് മനുഷ്യന്റെ കൊടുത്തു. जब परमेश्वर ने जब उसको सारा अधिकार दिया, सभी के ऊपर के अधिकार को उसके हाथों में सौंप दिया. അല്ലേ? यस. എല്ലാത്തിന്റെ മേലുള്ള അധികാരം മനുഷ്യന് കൊടുത്തു. सभी के ऊपर अधिकार मनुष्य को दिया. ആമേൻ. അതും കർത്താവിന്റെ സ്വഭാവം. और वो भी परमेश्वर का स्वभाव है. എല്ലാത്തിന്റെ മേലുള്ള അധികാരം ആർക്കാ? सभी के ऊपर अधिकार किसको है? അപ്പൊ ദൈവം ദൈവത്തിന്റെ ആ ക്യാരക്ടർ മൊത്തമേ എടുത്ത്, ആ നേച്ചർ മൊത്തമേ എടുത്ത് മനുഷ്യനെ വെക്കുക. तो परमेश्वर उस पूर्ण स्वभाव को लेकर मनुष्य के अंदर रख रहा है. ആമേൻ. आमेन. ആമേൻ. എന്നാൽ കുറച്ച് നീ ചെയ്, ബാക്കി ഞാൻ നോക്കിക്കോളാം ദൈവം പറഞ്ഞില്ല. परमेश्वर ने ऐसा नहीं कहा कि थोड़ा तू कर ले, बाकी मैं कर लूंगा. പറഞ്ഞോ? नहीं. സൃഷ്ടിച്ചതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു ഇത് മൊത്തം നീ വാഴണം. जो भी बात का सृष्टि किया उस पर सब प्रभु ने कहा कि तू अधिकार कर ले. ആകാശത്തിൽ അതും ഞാൻ നിനക്ക് തരിക, ഭൂമി അത് ഞാൻ നിനക്ക് തരിക, വെള്ളം അത് ഞാൻ നിനക്ക്. जो आकाश में है उस पर भी तुझे अधिकार है, जो इस धरती पर है उस पर भी तुझे अधिकार है, जो जल में है उस पर भी तुझे अधिकार है. അതിന്റെ മേളിൽ സ്വർഗമേ ഉള്ളൂ. उसके ऊपर सिर्फ एक स्वर्ग है. അത് ഞാൻ തരത്തില്ല, അതെന്റെ. वो मैं नहीं दूंगा, पर वो मेरा है. അത് ആർക്കും കൊടുക്കത്തില്ല. वो किसी को भी नहीं दूंगा. പിശാചിനും ഇല്ല, നമുക്കും ഇല്ല. शैतान के लिए भी नहीं है, हमारे लिए भी नहीं है. അത് ദൈവത്തിനാണ്. वो परमेश्वर का है. സ്വർഗമല്ലാത്ത എല്ലാത്തിന്റേതും നമുക്ക്. स्वर्ग को छोड़कर बाकी सब पर अधिकार हमको दिया है. അതുകൊണ്ടാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്നു. इसलिए वो हमको स्वर्ग में ले जाने वाला है. ഇതുവരെ ഇല്ലാത്തതിന്റെ അധികാരം തരാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. जिस पर अभी तक अधिकार नहीं था वहां पर वो हमको ले जाने वाला है. സ്വർഗത്തിന്റെ മൊത്തം സിംഹാസനം ഇട്ട് കർത്താവ് ഇരിക്കുക. स्वर्ग में परमेश्वर सिंहासन पर बनाकर बैठा കർത്താവ് है. ഇതെന്റേതാ, प्रभु कहता है ये मेरा है, പക്ഷെ ബാക്കി മൊത്തം നിനക്ക് തരിക. पर बाकी पूरा मैं तुझे दे देता हूं. आमीन.
ഇത് കിട്ടിയ മനുഷ്യൻ ഇത് കിട്ടിയപ്പോ ഇഷ്ടപ്പെടാത്ത ഒരു പുള്ളിയാണ് പിശാച്. और मनुष्यों को जब ये सब कुछ मिल गया, ये बात से जो है बिल्कुल पसंद जिसको नहीं आया वो व्यक्ति है शैतान. അവൻ ഒരു അധികാരവും കിട്ടിയില്ല. शैतान को कोई भी अधिकार नहीं दिया गया. സ്വർഗത്തിലായിരുന്നപ്പോഴും അധികാരം കിട്ടിയില്ല. जब स्वर्ग में था तभी भी कोई अधिकार नहीं मिला. വെട്ടി ഭൂമി കളഞ്ഞപ്പോഴും അവന് അധികാരം കിട്ടിയില്ല. जब उसको काट कर धरती पर भेजा तभी भी कोई अधिकार नहीं मिला. ഭൂമിയിൽ അവനെ ആക്കിയത് എന്തിനായിരുന്നു? उसको धरती पर क्यों रखा गया? സ്വർഗത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ. ताकि स्वर्ग की नकल वो धरती पर कर പക്ഷെ पाए. അധികാരം കൊടുത്തില്ല. पर अधिकार नहीं दिया उसको. ആമേൻ. आमेन. ഒന്നിന്റെ അധികാരം കൊടുത്തില്ല. कोई भी बात का अधिकार उसे नहीं दिया. അധികാരം കൊടുത്തായിരുന്നെങ്കിൽ अगर अधिकार अगर उसे दे दिया होता കളയാൻ പറ്റത്തില്ല. तो उसको वहां से काट कर निकाल नहीं पाते. അതാ നമ്മുടെ ഭാഗ്യം. हमारा सौभाग्य वही है. എത്ര പാപം ചെയ്തിട്ടും कितना भी हमने पाप किया हो, നമ്മളെ എന്താ നശിപ്പിച്ച് കളയാത്ത हमें वो क्यों नाशित नहीं कर അധികാരം देता? നമ്മുടെ കയ്യിലാ. क्योंकि अधिकार हमारे हाथों में है. ചില വർഷങ്ങൾക്ക് മുമ്പ് कुछ सालों पहले എൻ്റെ വീട്ടിൽ വന്ന ഒരു പെൺകുട്ടിയുടെ ഭൂതമാണ്. मेरे घर पर आई एक लड़की का जो उसके अंदर की दुष्टात्मा प्रकट हुई. ഭൂതം പറയുക, दुष्टात्मा कह रही है എനിക്ക് ഇവിടെ കൊല്ലണം. मुझे इस व्यक्ति को मार डालना है. ഞാൻ ചോദിച്ചു, നിനക്കെന്താ കൊല്ലാൻ പറ്റാത്ത? मैंने पूछा तू इसे क्यों नहीं मार पा रहा? ഇവളുടെ മേൽ പ്രവചനവരം ഇരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല. और उस दुष्टात्मा ने कहा कि इसके ऊपर नबूवत करने की वरदान है, उस कारण मैं इसको मार नहीं पा रहा. ആമേൻ. ഒരു കൃപാവരം ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല. एक पर जो है आत्मा की वरदान उस पर है, उस कारण वो दुष्टात्मा उसे मार नहीं डाल पाया. ഇപ്പൊ പിടികിട്ടുന്നുണ്ടോ? भाई, क्या हम समझ पा रहे हैं? സ്വർഗത്തിലേത് എന്തെങ്കിലും നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ കൊല്ലാനല്ല തൊടാൻ പറ്റത്തില്ല. स्वर्ग का अगर कोई भी बात अगर आपके ऊपर है तो वो आपको मारना क्या, वो आपको छू भी नहीं सकता. ഫലം തീറ്റിക്കാം, फल खिला सकता है പക്ഷെ നശിപ്പിക്കാൻ പറ്റത്തില്ല. पर वो तुझे नाशित नहीं कर सकता. തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം, वाटिका से बाहर करवा सकता है ഇല്ലാതാക്കാൻ പറ്റത്തില്ല. पर वो तुम्हें तबाह नहीं कर सकता. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗവർണൻസിന്റെ പ്രത്യേകത. और हमको मिली ये शासन का अधिकार की खासियत वो है. आमीन. ആമേൻ. आमीन. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ആമേൻ. आमीन. അപ്പം ചിന്തിച്ചേ, तो सोचिए, പിശാചിന് ഇത് കൊടുത്തില്ല, शैतान को ये दिया नहीं गया, അതുകൊണ്ട് അവനെ വെട്ടിക്കളഞ്ഞു. इसलिए उसे वहां से काट के निकाल दिया. എന്നിട്ട് എല്ലാം ദൈവം ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് और परमेश्वर ने सबको जरा नया बनाया, മനുഷ്യന്റെ കൊടുത്തു. मनुष्य के हाथों में दिया. കൊടുത്തപ്പോൾ ദൈവം ഒരു സ്പെഷ്യൽ അധികാരം കൂടെ കൊടുത്തു. और जब ये सबका अधिकार दिया, प्रभु ने और एक चीज उसको दिया ഇത് खास. മുഴുവനും നീ ഗവർണൻസ് ചെയ്യണം, इस सभी के ऊपर तुम शासन करना, अधिकार നീ दिखाना. വാഴണം. इस सभी के ऊपर तुम प्रभुता करना. പിശാചിന് കൊടുത്തില്ല, शैतान को वो अधिकार ആ नहीं പദവി दिया, കൊടുത്തില്ല, वो अदा उसको नहीं दिया, മനുഷ്യന്റെ എടുത്തു കൊടുത്തു. पर मनुष्य के हाथों में दे दिया. എവിടൊക്കെ അധികാരം ഇപ്പം? तो अभी अधिकार कहां पर सब है? ആകാശത്തിൽ, आकाश पर है, ഭൂമിയിൽ, धरती पर है, വെള്ളത്തിൽ. जल में है. പിശാച് ഇപ്പൊ എവിടെ? शैतान अभी कहाँ है? പാതാളത്തിൽ. वो अभी पाताल लोक में है. അവിടെ അധികാരം ഇല്ല. वहां पर भी उसके पास अधिकार नहीं है. അത് സംശയം ഉണ്ടായില്ലേ? क्या कोई शक है आपको? മരിച്ച യേശു പാതാളത്തിൽ ചെന്നിട്ട് ആർക്കായിരുന്നു അധികാരം? मरा हुआ यीशु जब वो पाताल लोक में गया, वहां पर अधिकार किसके हाथ में था? പാതാളം ആരുടെയാ? पाताल लोक किसका है? ആരുടെയാ? പിശാചിന്റെ. शैतान का है. അവിടെ ചെന്നിട്ട് ആയുധം കാലക്കീഴെ വെക്കാൻ പറഞ്ഞത് യേശുവോ പിശാചോ? और वहां जाकर हथियार को पैर के नीचे रख ऐसा ऐलान किसने किया? शैतान ने या यीशु ने? यीशु ने. യേശു പറഞ്ഞത് ആരനുസരിച്ചു? यीशु ने जब कहा, किसने उसकी आज्ञा मानी? പിശാച് അനുസരിച്ചു. शैतान ने. അവിടെ അധികാരം ആർക്കാ? वहां पर भी अधिकार किसको है? यीशु को. അവിടെയും പിശാചിന് അധികാരം ഇല്ല. वहां पर भी शैतान को अधिकार नहीं है. ആമേൻ. आमेन. ശ്രദ്ധിക്കണം, ध्यान देना. മനുഷ്യൻ എവിടൊക്കെ അധികാരം? मनुष्य को कहां सब अधिकार है? ശ്രദ്ധിക്കേ. ध्यान देना. ആകാശത്തിൽ, आकाश पर है, പിന്നെ എവിടെ? पृथ्वी पर है, भूमि। पृथ्वी पर है, പിന്നെ എവിടെ? फिर कहा जल में है, വെള്ളത്തിൽ. जल में. സ്വർഗത്തിൽ ആർക്ക് അധികാരം? स्वर्ग में अधिकार किसका है? ദൈവത്തിന്. परमेश्वर को. ബാക്കി എല്ലാത്തിനും മേലും ആർക്ക് അധികാരമുണ്ട്? बाकी सबके ऊपर अधिकार पर- किसको है? യേശുവിന്. यीशु को है. പാതാളത്തിൽ അധികാരം ആർക്ക്? पाताल लोक पर अधिकार किसको है? യേശുവിന്. यीशु को. ശ്രദ്ധിച്ചല്ലോ,
യശയാവെന്ന് പറഞ്ഞ പ്രവാചകൻ വന്നേച്ച് പറഞ്ഞു, यशायाह नबी आकर उसने ये नबूवत की, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, हमारे लिए एक बेटे का जन्म हुआ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, हमारे लिए एक बेटा दिया गया ആധിപത്യം അവന്റെ തോളിലിരിക്കും. और सरकार अधिकार उसके कंधों पर है. ആമേൻ. आमेन. ആർക്ക്? किसको दिया गया? ആ വാക്യം പറ. वो वचन हम दोहराएंगे. നമുക്ക്. हमारे लिए क्योंकि ദൈവത്തിനല്ല, परमेश्वर के लिए नहीं, ഭൂമിക്കല്ല, धरती पर नहीं, നമുക്ക് हमारे लिए एक बालक उत्पन्न हुआ അധികാരം. और उसके ऊपर वो अधिकार दिया गया है. ആമേൻ. आमेन. क्योंकि हमारे लिए एक बालक उत्पन्न हुआ है, हमें एक पुत्र दिया गया है और प्रभुता उसके कंधे पर होगी. ആമേൻ. आमेन. അത് നമുക്ക് കിട്ടിയതാ. और वो हमको दिया गया है. നമുക്ക് തന്ന യേശുവിന് हमारे लिए दिया गया यीशु, സകലതിന്റെ അധികാരം ദൈവം കൊടുത്തു. और उस यीशु को सभी के ऊपर का अधिकार दिया ആ गया യേശുവിനെ और उस यीशु को നമുക്ക് തന്നു. हमको दे दिया. ഇപ്പൊ സ്വർഗത്തില് നമുക്ക് അധികാരം, अभी हमको स्वर्ग में भी अधिकार है, ഭൂമിയില് നമുക്ക് അധികാരം, धरती पर भी अधिकार है, ആകാശത്തില് നമുക്ക് അധികാരം. आकाश पर भी अधिकार है. അതുകൊണ്ടാണ് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയത്. इसलिए हमें स्वर्गीय स्तरों पर बिठाया है. ആമേൻ. അധികാരം കിട്ടിയത് കൊണ്ടാ നമ്മളെ സ്വർഗത്തിൽ. हमको अधिकार मिला, इसके लिए हमको स्वर्ग में बिठाया है. ആമേൻ. आमेन. അതുകൊണ്ട് 2024 इसलिए 2024 ഞാൻ സ്വർഗത്തിലും ആയിരിക്കും, मैं स्वर्ग में भी रहूंगा, ഞാൻ ഭൂമിയിലും मैं ആയിരിക്കും, पृथ्वी पर भी रहूंगा, ആകാശത്തിലും ഭരിക്കും, मैं आकाश पर भी राज करूंगा, പാതാളത്തിലും मैं ഭരിക്കും. पाताल लोक पर भी राज करूंगा. കാരണം ഇതെല്ലാം എന്റെ ഭരണത്തിന്റെ ടെറിട്ടറി. क्योंकि ये सब मेरे प्रभुता करने की क्षेत्र है.